ഞാനും കടലിൽ പോകുമ്പോ ഈ ഡീപ് സീലൊക്കെ പോയ സമയത്ത് പലപ്പോഴും ഞാനും ചിന്തിച്ചിട്ടുണ്ട് ഇനി എങ്ങാലും അതുണ്ട്. ഉള്ളംകാലം ഇങ്ങനെ വെളുത്തായിട്ട് കാണാൻ നേരത്ത് മീനുകൾ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യുമെന്ന് അവര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പേടിയില്ലാത്ത മീനുകളാണ് ഡീപ് സീലുള്ളത്, മനസ്സിലായോ? അപ്പൊ കുറച്ചു നേരം നമ്മൾ നിൽക്കുമ്പോൾ എന്തൊക്കെ സാധനങ്ങളായിരിക്കുള്ളൂ നമ്മുടെ അടുത്തേക്ക് വന്യെന്ന് നമുക്ക് ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഈ ഫോൾസ് കില്ലർ വെയിലിൽ ഒരെണ്ണത്തിനെ വലയെ കിട്ടിയിട്ട് അതിന്റെ പല്ലുകൾ നോക്കി കഴിഞ്ഞപ്പോൾ മനുഷ്യന്മാരുടെ കൊടുത്ത പല്ലുകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിനെ കിട്ടിയിട്ട് ഞങ്ങളുടെ ബോട്ടിലേക്ക് കയറ്റിയപ്പോഴേക്കും അതിന്റെ വായിലായിട്ട് ഇത്രയും വലിയൊരു കൊളുത്ത് ഇരിക്കണം. അങ്ങനെ പാടി തന്നെ തെരണ്ടി നമ്മ വിചാരിക്കണ സൈസ് ഒന്നുമല്ല, വലിയ സൈസുള്ള തെരണ്ടിയൊക്കെ വരും. അപ്പൊ ഇതുങ്ങളെയൊക്കെ ബോട്ടിലേക്ക് പിടിച്ചിടാൻ നേരത്ത് ഒരു പ്രത്യേകതരം ഒച്ച ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മള് ഞെട്ടിപ്പോ അങ്ങോട്ട്. മലമ്പിരി ശംഖ അങ്ങനെയൊന്നും കിട്ടാറില്ല, ഒന്നോ രണ്ടോ തവണ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഈ അന്തരീക്ഷത്തിന്റെ മട്ടും ഭാവമൊക്കെ മാറുമെന്നാണ് അവര് പറയുന്നത്. ഈ തിമിംഗലത്തിന്റെ ഛർദിയെ പറ്റി എന്താ അതും അതെ. അത് പക്ഷെ ഞാൻ പഠിച്ചോടത്തോളം അല്ലെങ്കിൽ അതിന്റെ പുറകെ ഞാനും ഒരുപാട് ഒരുപാട് തവണ കടലിൽ പോണല്ലോ. അപ്പൊ എങ്ങാലും ഒരു സമയം ഇത് കണ്ടാല ലൈഫ് നക്ഷത്രാമ അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മ ഈ ലുട്ടാപ്പിയുടെ കുന്തം കൊടുക്കാനുണ്ടെന്നൊക്കെ പറയും. അതുപോലത്തെ ഒരു ഇതാണ് ശരിക്കും നക്ഷത്രാമ.